ഹായ് ഹലോ എല്ലാവർക്കും 19ാമത്തെ ദിവസത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. ലൈവ് തൊട്ട് എപ്പിസോഡ് വരെ എന്ത് സംഭവിച്ചു എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ജിസൈലിൻ്റെ കാപ്പിപ്പൊടി പ്രശ്നം. ഇന്നലെ അപ്പാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാപ്പിപ്പൊടി തീർന്നിട്ടുണ്ട്, ആരുടെയും കയ്യിൽ എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്ന്. അപ്പോൾ ആർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ പിന്നെ അപ്പാണ് എണീറ്റ് വന്നപ്പം നൂറ അവിടെ കാപ്പി തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സോ അത് കണ്ടപ്പം നമ്മുടെ അപ്പാണി തന്നെ പറഞ്ഞു, ഇതെവിടെ നിന്ന് കിട്ടി? അപ്പോൾ എല്ലാവരും കിച്ചൺ ടീമിൽ നിന്ന് ഇറങ്ങി നമുക്കിത് അന്വേഷിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞപ്പോഴേക്കും ജിസൈൽ വന്നു. ജിസൈൽ പറഞ്ഞു, അത് അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. അപ്പോൾ ജിസൈൽ ഇന്നലെ ഇത് അപ്പാണി ചോദിക്കുന്നത് കേട്ടാണ്, അപ്പോഴൊന്നും മറുപടി പറഞ്ഞില്ല. അപ്പോൾ ഇനി ബാക്കി എത്രയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു 2 പാക്കറ്റും കൂടെ ഉണ്ടെന്ന്. സോ ഇതാണ് ജിസൈലിൻ്റെ കളി. അപ്പോൾ അത് എവിടെയാണ് എന്ന് ചോദിച്ചപ്പം ജിസൈൽ പറഞ്ഞു, അതെൻ്റെ ഗെയിമാണ്, ഞാൻ പറയില്ല എന്ന്. എന്ത് ചോദിച്ചാലും എൻ്റെ ഗെയിമാണ് എന്നാണ് പറയുന്നത്. പുള്ളിക്കാരി അങ്ങനെ വിട്ട് പറയുന്നില്ല. പിന്നെ ഒരു ചിരി, ആരും അധികം കയർത്ത് സംസാരിക്കാൻ പോകുന്നില്ല. അതെന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരി എല്ലാവരെയും, ഈ കയർത്ത് സംസാരിക്കുന്നവരെ എല്ലാവരെയും പ്രീതിപ്പെടുത്തി വെച്ചേക്കാണ്. സോ അതൊരു റീസൺ. പിന്നെ പുള്ളിക്കാരി എന്ന് പറയുന്നൊരു ക്യാരക്ടർ, അവരുടെ ഇൻഫ്ലുവൻസ് എത്ര ഉണ്ട് എന്ന് എനിക്കിന്ന് മനസ്സിലായത്, ജയിൽ നോമിനേഷനിലുണ്ട്, ജയിലിൽ പോയിട്ട് മേക്കപ്പ് കാര്യങ്ങൾ എടുത്തുകൊണ്ട് കൊടുക്കുന്നത്, അതായത് ജയിലിലേക്ക് എടുത്തുകൊണ്ട് കൊടുക്കുന്ന ക്യാപ്റ്റൻ. ഞാൻ ഇന്നേ വരെ അങ്ങനെ ഒരു ക്യാപ്റ്റനെയും കണ്ടിട്ടില്ല, ആരും മേക്കപ്പ് കാര്യങ്ങൾ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടും കണ്ടിട്ടില്ല. സോ അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ആണ് ജിസൈൽ എല്ലാവരിലും ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു ബോസി ഇല്ലേ, അത് തന്നെ. കാര്യം എല്ലാവരുടെയും കൺട്രോളുണ്ട് പുള്ളിക്കാരിക്ക്. അത് പുള്ളിക്കാരിൻ്റെ ഗെയിമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതാർക്കും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്നു. സോ അടുത്തതായി കിച്ചൺ ടീമിനെ കുറിച്ചാണ്. അതിൻ്റെ അകത്ത് അപ്പാണി ശരത്താണോ പിന്നെ അനുമോളാണോ ക്യാപ്റ്റൻ എന്നതാണ് സംശയം. കാര്യം അനുമോളെ അവിടെ കാണാനുള്ളൂ സ്ഥിരം. അപ്പാണിയൊക്കെ വല്ലപ്പോഴും വന്നു പോകുന്ന ഒരു അതിഥിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നിലൊക്കെ കുറേ പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു അത് സത്യമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് സെൽഫ് ഡൗട്ട് തോന്നിയിട്ടുണ്ട്. ആർക്ക്? അപ്പാണിക്ക്. പിന്നെ പുള്ളി ചെയ്യുന്നത് ശരിയാണോ? പിന്നെ എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ നോക്കുന്നു. ഞാൻ ആദ്യം കണ്ട അപ്പാണി, ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കിലൊക്കെ കണ്ട അപ്പാണി ഇതല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്തിനാണ് ഇങ്ങനെ മാറുന്നത്? ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു അപ്പാണിനോട്. അതിപ്പോൾ കുറഞ്ഞു വരുന്നതായിട്ടാണ് എനിക്ക് കാണാനിടയാവുന്നത്. നല്ല രീതിയിൽ ഇപ്പോൾ ആകെ പറയുന്നത്, അനീഷ് എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ഭയങ്കരമായിട്ട് അടിച്ചു കയറുന്നൊരു പ്രകൃതിയാണ്. പിന്നെ വേറെ ആരോടും ഇപ്പം പിന്നെ ഷാനവാസിനൊക്കെ അങ്ങനെ പുറകെ പോകുന്നത് വളരെ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ തന്നെ അടിച്ച് താഴ്ത്തുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഞാൻ പറഞ്ഞു വന്നത്, കിച്ചൺ ടീം ക്യാപ്റ്റനാണ്. കിച്ചൺ ടീമിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അനുമോളാണ് എല്ലാവരുടെയും നേരിടുന്നത്. അപ്പം അപ്പാണ് മിണ്ടാണ്ടിരിക്കും. അതിന് പുള്ളിക്കറിയാം മിണ്ടിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് എന്ന്. അപ്പോൾ സൈലൻ്റ് ആവും. ശരിക്കും പറഞ്ഞാൽ ക്യാപ്റ്റൻ അങ്ങനെയല്ല വേണ്ടത്. സോ അവിടെ ഒരു തോൽവിയാണ്. പക്ഷേ ഇന്ന് എന്തുകൊണ്ടാണ് എന്നറിയത്തില്ല, അപ്പാണ് ഇന്ന് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നോമിനേറ്റ് ചെയ്ത് ക്യാപ്റ്റൻസിയിൽ മത്സരിക്കാനും പോകുന്നുണ്ട്. ഉള്ളിലുള്ളവരെ പ്രീതിപ്പെടുത്തിയത് കൊണ്ട് ഒരു കാര്യമില്ല, പുറത്തുള്ളവരെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് എന്ന് അപ്പാണി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ജയിൽ നോമിനേഷനാണ്. ശരിക്കും പറഞ്ഞാൽ ജയിൽ നോമിനേഷനിൽ ആര്യൻ വരുമെന്നാണ് ഞാൻ കരുതിയത് ഇന്നലത്തെ പെർഫോമൻസ് കൊണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആര്യൻ ചെയ്ത ആ ചിരി പ്രവൃത്തി, ശൈത്യൻ്റെ പിന്നെ ഒരിടത്തൊരിടത്ത ടാസ്കിൽ ആർക്കും ക്ലാരിറ്റി ഇല്ല. സോ അതുകൊണ്ട് അവർ നോമിനേഷനൊക്കെ പയ്യെ ഒതുക്കി വെച്ചു, ക്ലാരിറ്റി ഉള്ള കാര്യങ്ങളിലേക്ക് കടന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിലാഷ് ഒരു തെറി വിളിച്ചിട്ടുണ്ട്, രണ്ട് പ്രാവശ്യം തെറി വിളിച്ചിട്ടുണ്ട്. അത് അവരെ എല്ലാവരും കേട്ടപ്പോഴേക്കും അവരങ്ങ് ഞെട്ടിപ്പോയി. ആ തെറി വിളിയിൽ നോമിനേഷൻ അഭിലാഷിലേക്കും തിരിഞ്ഞു. പിന്നെ ഒനിയിൽ പിന്നെ ഭയങ്കര ടെമ്പർ തെറ്റിയിട്ട് രേന ഫാത്തിമേനെ വിളിച്ചതിൽ അങ്ങോട്ടും തിരിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കുറച്ചൊക്കെ ജിസൈലിനും പോയി. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാപ്പിപ്പൊടി മാറ്റിവെച്ചതിൻ്റെ കാര്യത്തിൽ. സോ ഇതാണ് സംഭവിച്ചത്. ശരിക്കും പറഞ്ഞാൽ ആര്യൻ ജയിലിൽ പോകേണ്ട ആളായിരുന്നു. അതിനുശേഷം സംഭവിച്ചത് നമ്മുടെ നെവിൻ്റെ പ്ലേ ആണ്. ഇന്ന് രാവിലെ തൊട്ട് നോക്കിയാൽ അറിയാം, നെവിൻ സൂപ്പറായിട്ടാണ് ജയിൽ നോമിനേഷൻ. ഫോർ എക്സാമ്പിൾ ജയിൽ നോമിനേഷൻ നമ്മുടെ ആര്യനെയും ജിസൈലിനെയും ജയിൽ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അത് നല്ല കറക്റ്റ് ക്ലാരിറ്റിയോടെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പിന്നെ ആണെങ്കിലും നല്ലൊരു കോമഡിപരമായിട്ട് പുള്ളി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ ഗ്രൂപ്പിലും കയറി ഇറങ്ങാൻ നെവിൻ ശ്രമിക്കുന്നുണ്ട്. അത് പുള്ളിക്കാരൻ്റെ കഴിവ് തന്നെയാണ്. ഒരു സൈലൻ്റ് അറ്റാക്കറാണ് നെവിൻ, സൂക്ഷിച്ചോളുക. ഇനി അടുത്തത് ഒനീലിൻ്റെ കാര്യമാണ്. ഒനീലും രേന ഫാത്തിമയും നല്ല ശത്രുക്കളാണ്. പക്ഷേ ഇതിനകത്ത് ചുമ്മാ ഡിബേറ്റ് നടക്കും. അതായത് എന്തെങ്കിലും പ്രശ്നം വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അത് പരിധി വിട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുക ഒനീലിനാണ്. അതൊരു കൊച്ചുകുട്ടിയാണ് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരിൻ്റെ ആ ഒരു ചോരത്തിളപ്പിൻ്റെയാണ് ആ ഒരു ഇത്. പക്ഷേ ഒനീൽ അത് മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊന്നും പറഞ്ഞിട്ട് നിർത്തി പോരേണ്ടതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒലീൻ ഇങ്ങനെ പറയും തോറും ആ ഒലീലിൻ്റെ ഗ്രാഫ് താഴേക്ക് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും. ഈ പുള്ളിക്കാരി, അതായത് രേനൻ്റെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയിൻറ്റ്സ് പറഞ്ഞ് രേനനെ വീഴ്ത്താൻ പറ്റും. പക്ഷേ പുള്ളിക്കാരി ട്രിഗർ ചെയ്തിട്ടാണ് ബാക്കിയുള്ളവരുടെ പോയിൻറ്റ്സ് മായ്ച്ച് കളയുന്നത്, രേന ഫാത്തിമ. സോ അതിലാണ് നമ്മുടെ ഒനിയിലും വീണ് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ അത്
പിന്നെ ക്യാപ്റ്റൻസി നോമിനേഷൻ ആയിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഓൾറെഡി അപ്പാനി എങ്ങനെ വന്നു എന്നാണ് എനിക്ക് സംശയമെന്ന്. പിന്നെ എല്ലാവരോടുമുള്ള കൺസേണും കാര്യങ്ങളും പ്രവർത്തി കൊണ്ടായിരിക്കും മേ ബി വന്നത്. പിന്നെ വന്നത് ബിന്നിയും ശൈത്യവുമാണ്. അതിൻ്റെ ടാസ്ക് ഇനി നടക്കേണ്ടിയിരിക്കുന്നു. അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റനെങ്കിലും ഒരു അടിപൊളി ക്യാപ്റ്റനായി വന്നാൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ 2 ഗ്യാങ് ഫോം ചെയ്യുന്നുണ്ട്. അഭിലാഷ്, ഒനീൽ, ഷാനവാസ്. പിന്നെ നെവിൻ ഉണ്ട്, ഇല്ല, ഇതാണ് അവസ്ഥ. നെവിൻ അപ്പുറത്തെ ഗ്യാങ്ങിലും എല്ലാം അറിയുന്നുണ്ട്, ഇപ്പുറത്തെ ഗ്യാങ്ങിലും എല്ലാം അറിയുന്നുണ്ട്. അപ്പുറത്തെ ഗ്യാങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പാണി എന്ന് അതിൻ്റെ അത് ശരിക്കും പറഞ്ഞുകൂടാ, അക്ബറാണ് ഇപ്പം അവിടുത്തെ ഹെഡ് എന്ന് തോന്നുന്നു. അക്ബർ. പിന്നെ നമ്മുടെ ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം, ആര്യനെ സംബന്ധിച്ചിടത്തോളം ആര്യൻ ആ ഗ്രൂപ്പ് ഒന്ന് വിട്ട് പുറത്ത് പോയാലോ എന്നുള്ള ആലോചന ഉണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്കൊക്കെ നമ്മുടെ ഷാനവാസിൻ്റെ ആ ഗ്രൂപ്പിനോട് പോയി ഇരിക്കുന്നതും കാണാനിടയാവുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ 2 ഗ്രൂപ്പായിട്ടൊക്കെ തിരിഞ്ഞ് നല്ല അറ്റാക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ എൻഗേജിങ് ആവും എന്നെനിക്ക് തോന്നുന്നു. പിന്നെ വന്നതാണ് അനീഷ്. ആവശ്യമില്ലാത്ത ഡയലോഗുകൾ കൊണ്ട് അനീഷ് ഇന്നും എയറിൽ കയറി. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലുള്ള അതായത് ഡൈവേഴ്സ് ചെയ്യുന്ന എല്ലാവരും 2 പേരുടെ ഭാഗത്തും പ്രശ്നങ്ങൾ കൊണ്ടാണ് ഡൈവേഴ്സ് ആവുന്നത് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോഴീ അക്ബർ ചാടി വീണു. അങ്ങനെയല്ല, ഒരാളുടെ ഭാഗത്തും പ്രശ്നം ആയിക്കൂടെ. എക്സാമ്പിൾ എന്ന് പറയുന്നത് മദ്യപിച്ച് പിന്നെ ഭാര്യേനെ എല്ലാ ദിവസവും തല്ലുകയാണ്. സോ അതിൻ്റെ അകത്ത് പിന്നെ എവിടെയാണ് മറ്റേ ആളുടെ ഭാഗത്ത് തെറ്റ് എന്നുള്ള രീതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മുടെ ശാരിക KB ഇതാദ്യം പിന്നെ നമ്മുടെ അനീഷ് പറഞ്ഞ് സമ്മതിച്ചു. പിന്നെ അത് മാറ്റാൻ പാടുള്ളത് കൊണ്ട് അനീഷും നമ്മുടെ ശാരിക KBയും കൂടെ നമ്മുടെ അക്ബറായിട്ട് ഉറഞ്ഞു തുള്ളുന്നു. പിന്നെ ശാരിക KB പിന്മാറുന്നു. അതിനുശേഷം എന്തോ ഒരു ചമ്മൽ പറ്റിയതുപോലെ വീണ്ടും അതെടുത്തിട്ട് സംസാരിക്കാൻ തുടങ്ങി. ചുമ്മാ പുള്ളിക്കാരിൻ്റെ ശാരിക KBൻ്റെ ക്യാരക്ടർ കളഞ്ഞു. സോ ആവശ്യത്തിന് നമ്മുടെ അനീഷിനും കിട്ടിയിട്ടുണ്ട് എല്ലാവരുടെയും അടുത്തുനിന്നും ആവശ്യമില്ലാത്ത ഡയലോഗും അടിച്ചിട്ട്. പിന്നെ അനീഷ് ആസ് യൂഷ്വൽ മിണ്ടാണ്ടിരുന്നു. പിന്നെ എന്ത് ചോദിച്ചാലും മിണ്ടാണ്ടിരിക്കുക. അതിന് നമ്മുടെ ആദില നല്ല രീതിയിൽ മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചുമ്മാ സ്വയം കീറി കളഞ്ഞതുപോലെയാണ് എനിക്ക് നമ്മുടെ ശാരിക KBൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. പുള്ളിക്കാരിൻ്റെ അടുത്ത് ന്യായമുണ്ടായിട്ട് ഇങ്ങനെ തർക്കിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് കസറിയനെ എന്ന് പറയാം. പക്ഷേ ന്യായമില്ലാതെ ഇങ്ങനെ തർക്കിക്കുമ്പോൾ പുള്ളിക്കാരീൻ്റെ വാല്യൂ തന്നെയാണ് താഴേക്ക് പോകുന്നത്. സോ അതാണ്. പിന്നെ അതിനുശേഷം ജിസൈൽ ആൻഡ് ഒനീൽ ജയിലിൽ പോയതാണ്. അവർക്കൊരു 7ൻ്റെ പണി കൊടുത്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ടാസ്കിലൂടെ. മനുഷ്യ ക്ലോക്കായി മാറുക. അതായത് മനുഷ്യ ക്ലോക്കായി മാറുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോ സെക്കൻഡും ഒരു 2 ഇരുമ്പുകൾ വടി കൊണ്ട് ഇങ്ങനെ തട്ടിക്കൊണ്ട് 60 സെക്കൻഡ് കഴിയുമ്പം 1 മിനിറ്റായി എന്ന് ക്ലാപ്പ് അടിച്ച് പറയുക. അങ്ങനെ 1 മണിക്കൂറാകുമ്പം പിന്നെ 1 മണിക്കൂറായി എന്ന് പറയുക. അങ്ങനെ അവരെ 4-5 മണിക്കൂർ വരെ ചെയ്തു. അതിനുശേഷം കൈ കഴിച്ചു, പിന്നെ കിടന്നുറങ്ങിയിട്ടുണ്ട്. നാളെ മിക്കവാറും ബിഗ് ബോസ് കഴിക്കുമ്പോൾ അവേഴ്സ് പറയാനുണ്ടാവില്ല. എന്താ സംഭവിക്കുക എന്ന് നമുക്ക് നാളെ കണ്ടറിയാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് ഇഷ്ടപ്പെട്ട കാരണം പറയുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനുള്ള കാരണം പറയുക. നിങ്ങൾക്ക് ഇങ്ങനെ കൂട്ടുകാരാരെങ്കിലും ബിഗ് ബോസ് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.